ബെയർ ചെയ്യേണ്ട ആരായിരിക്കും? കംപ്ലീറ്റ്ലി ഇവിടുത്തെ റബ്ബുൽ മാലായിരിക്കും, അഥവാ ക്യാഷ് കൊടുത്ത ആളായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ലോസ് ഫുള്ള് ബെയർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് വന്നാൽ ഹലോ ഗായ്സ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. ഞാൻ സ്റ്റീവ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഒരു മേജർ ടോപ്പിക്കില്ലേ, സോഴ്സ് ഓഫ് ഫിനാൻസ്, അതിൻ്റെ സബ് ടോപ്പിക് ആയിട്ടുള്ളൊരു ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഏത്, നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, മുറാബഹ ആൻഡ് ഇജാറ. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ ബാക്കി 3 എണ്ണം നോക്കാം, സുക്കൂക്ക്, മുദാറബ ആൻഡ് മുഷാറക. ഇത് 3 എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം നോക്കാം, സുക്കൂക്ക് എന്താണെന്ന് നോക്കാം. സുക്കൂക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമലി ലോൺ നോട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ലോൺ നോട്ട് എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതിൻ്റെ ഒരു ഇസ്ലാമിക് ഫിനാൻസ് വേർഷനാണ് എന്ത്, സുക്കൂക്ക് എന്ന് പറയുന്നത്. പേരിൽ മാത്രമല്ല ട്രീറ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ നോർമലി ഉള്ള ലോൺ നോട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരുന്നു, ഇതിൽ നമുക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഒന്നും കിട്ടത്തില്ല അല്ലേ. നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് കിട്ടും, പക്ഷേ ലോൺ നോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പോൾ ടാറ്റയുടെ ഒരു ലോൺ നോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും, ആൾക്ക് ടാറ്റയുടെ ഒരു കാരണവശാലും എന്ത് കിട്ടത്തില്ല, വോട്ടിംഗ് റൈറ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് എപ്പോഴും ആർക്കായിരിക്കും കിട്ടുന്നത്, ഇക്വിറ്റി ഹോൾഡേഴ്സിനായിരിക്കും. ഇതാണ് നോർമൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമുക്ക് പ്രോഫിറ്റിന് റൈറ്റ് എന്താണ്, ലോൺ നോട്ട് ഹോൾഡേഴ്സിന് കുറച്ചും കൂടെ പ്രയോറിറ്റിയാണ് അല്ലേ. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇൻട്രസ്റ്റ് തരും. ഇൻട്രസ്റ്റ് തന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കുകയുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ. പിന്നെ നമുക്ക് സെക്യൂരിറ്റീസോ കാര്യങ്ങളോ എന്തൊക്കെ വെക്കണം, നമുക്ക് ഒരു ലോൺ നോട്ടിൻ്റെ മുകളിൽ വെക്കണം. നമ്മളിപ്പോൾ ഒരു ലോൺ നോട്ട് എടുക്കുകയാണ്, ഒരാളുള്ള ലോൺ നോട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ആൾക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യും, മാറ്റി വയ്ക്കും. മീൻസ് ഒരു കൊളാട്രൽ പോലെ. അപ്പം ഇതൊക്കെയാണ് നോർമലി ഉള്ള കേസ്. പിന്നെ ഇൻട്രസ്റ്റും പേ ചെയ്യണം നിർബന്ധമായിട്ട്. നോർമലി ഇങ്ങനെയാണെന്ത് നമ്മുടെ ലോൺ നോട്ട് എന്ന് പറയുന്നത് അല്ലേ. നോർമൽ കേസിൽ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി സുക്കൂക്ക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇവിടെ വോട്ടിംഗ് റൈറ്റ് കമ്പനിയിൽ ആൾക്ക് കാണും, ഒരു സുക്കൂക്ക് ഹോൾഡറിന് വോട്ടിംഗ് റൈറ്റ് കിട്ടും. പിന്നെ നമുക്ക് പ്രോഫിറ്റിന് വലിയ പ്രയോറിറ്റി ഒന്നും കിട്ടത്തില്ല, ഈക്വൽ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. പിന്നെ സെക്യൂരിറ്റീസോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെയിൻ കാര്യം, നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ കാണത്തില്ല. അപ്പോൾ നമുക്ക് സുക്കൂക്ക് എന്താണെന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. മീൻസ് ഓൾ ഓഫ് ദ അബവ്, മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇതിലെന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ നമുക്കിവിടെ അണ്ടർലൈങ് അസറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ അസറ്റ്, നമ്മളിപ്പോൾ ഒരു സുക്കൂക്ക് ഹോൾഡർ, ഇപ്പോൾ ഒരാൾ ഒരു കമ്പനിയുടെ സുക്കൂക്ക് പർച്ചേസ് ചെയ്യുകയെന്ന് വിചാരിക്കും, കമ്പനി ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനാണ് ആ ഒരു സുക്കൂക്ക് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു അസറ്റിൻ്റെ പാർഷ്യൽ ഓണർ ആയിരിക്കും ആര്, ഈ ഒരു സുക്കൂക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു അസറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ ഷെയർ ആർക്ക് പോകും, നമ്മുടെ സുക്കൂക്ക് ഹോൾഡറിന് പോകും. പിന്നെ നമ്മുടെ ഓണർഷിപ്പിൽ ആര് ഇൻക്ലൂഡ് ആവും, നമ്മുടെ സുക്കൂക്ക് ഹോൾഡർ ഇൻക്ലൂഡ് ആവും. കമ്പനിയുടെ പ്രോഫിറ്റിലെ ഷെയർ, ഇനി അഥവാ പ്രോഫിറ്റ് അല്ല കമ്പനിക്ക് ലോസാണ് വന്നേക്കുന്നത്, ലോസിലും ആര് ഇൻക്ലൂഡ് ആവും, നമ്മുടെ സുക്കൂക്ക് ഹോൾഡർ ഈക്വലി എന്തായിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം ലോസും. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോസ് വന്നാലും ആര് ബെയർ ചെയ്യണം, സുക്കൂക്ക് ഹോൾഡർ ബെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സുക്കൂക്കിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, നമുക്കൊരു അസറ്റ് കമ്പനി പർച്ചേസ് ചെയ്യാനാണ് സുക്കൂക്ക് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ അസറ്റിൻ്റെ പാർഷ്യൽ ഓണർ ആയിരിക്കും ആര്, നമ്മുടെ സുക്കൂക്ക് ഹോൾഡർ. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ കമ്പനിയുടെ ഓണർഷിപ്പിൽ ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. കമ്പനിയിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ കിട്ടും, ലോസ് ഉണ്ടെങ്കിൽ ഇവർ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ലോസും ബെയർ ചെയ്തിരിക്കണം. ഇതാണ് സുക്കൂക്കിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അരാംകോ കമ്പനി എന്നൊക്കെ ഇല്ലേ, സൗദിയിലെ ഒരു വലിയ കമ്പനിയാണ്. ആക്ച്വലി നമുക്ക് 2019 ഓൾമോസ്റ്റ് $12 ബില്യൺ സുക്കൂക്കാണ് ആര് ഇഷ്യൂ ചെയ്തത്, അരാംകോ ഇഷ്യൂ ചെയ്തത്. ആക്ച്വലി ഇത് വലിയൊരു എന്തായിരുന്നു, മീൻസ് ഭയങ്കര ഒരു ട്രാൻസിഷൻ ആയിരുന്നു. മീൻസ് ഇസ്ലാമിക് ഫിനാൻസിലേക്ക് എല്ലാവരും വരാൻ വേണ്ടിയിട്ട്, അഥവാ സുക്കൂക്കൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയ ഒരു ടൈമായിരുന്നു. മീൻസ് അതിൻ്റെ ആ ഒരു എബിലിറ്റി, സുക്കൂക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാവരും നോക്കിയൊരു സമയമായിരുന്നത് ഈ ഒരു ഇഷ്യൂവിൻ്റെ സമയത്ത്. അപ്പോൾ ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിനായാലും ഭയങ്കര ഈ കോൺഫിഡൻസ് വന്നു അരാംകോയിൽ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്, നമുക്കിനി അരാംകോയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും, ഓണർഷിപ്പ് കിട്ടും, വോട്ടിംഗ് റൈറ്റ് കിട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവരും എന്തായി, ഷെയർ ഹോൾഡേഴ്സിന് കോൺഫിഡൻസ് എന്തായി, അരാംകോ കമ്പനിയിൽ കൂടി.
അവർക്ക് കൂടുതൽ ഫണ്ടും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആ സമയം നല്ല രീതിയിൽ എടുത്ത് കാണിച്ചൊരു സമയമാണ് ഈ അരാംകോ സുക്കൂക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത്. ഇതാണ് സുക്കൂക്കിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് നോക്കാം. അതാണെന്ത്? മുദാറബ എന്ന് പറയുന്നത്. മുദാറബ ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മുടെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. അല്ലെങ്കിൽ എക്സാമിൽ നിങ്ങൾ എഴുതുമ്പോൾ മിക്സ് ആയി പോകും. സോ അതൊന്ന് അതിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസ് ആയാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മളിപ്പോൾ നോക്കുന്നത് മുദാറബയാണ്. മുദാറബ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ഉള്ള ആ ഒരു ഇക്വിറ്റി ഫിനാൻസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ മുദാറബ എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് വെച്ചാൽ കമ്പനി എന്ത് ചെയ്യും? ഷെയർ ഇഷ്യൂ ചെയ്യും, ഷെയർ ഹോൾഡേഴ്സ് വന്നത് പർച്ചേസ് ചെയ്യും, അങ്ങനെ ചെയ്യുന്നതാണ് എന്ത് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ ആണ്. പക്ഷേ ഇവിടെ ഒരാൾ എന്ത് ചെയ്യും? ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും. ഒരു കമ്പനിക്ക് ഒരാൾ വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്യാഷ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും. ആ ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റബ്ബുൽ മാൽ എന്ന് പറയുന്നത്. റബ്ബുൽ മാൽ ആൾക്ക് ബിസിനസ് ചെയ്യാനൊന്നും വലിയ പിടി കാണത്തില്ല, പക്ഷെ കയ്യിൽ നിറയെ എന്ത് കാണും? ക്യാഷ് കാണും. ഇനി ഇയാൾ ക്യാഷ് കൊണ്ട് കൊടുക്കുന്ന ആളാണ് ആര്? മുദാരിബ് എന്ന് പറയുന്നത്. മുദാരിബിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, പക്ഷെ എന്തുണ്ട്? ബിസിനസ് മൈൻഡഡ് ആണ് ആൾ. ആൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, പക്ഷെ ക്യാഷ് ഇല്ല. അപ്പോൾ ഈ മുദാരിബിന് കൊണ്ട് ഈ ക്യാഷ് കൊടുക്കുന്ന ആളാണ് ആര്? റബ്ബുൽ മാൽ. ഈ കിട്ടിയ ക്യാഷ് വെച്ച് ബിസിനസ് നല്ല രീതിയിൽ നടത്തി പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? മുദാരിബ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഓപ്പറേഷൻസ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ടെർമിനോളജീസ് വരുന്നത്. ടെർമിനോളജീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ റബ്ബുൽ മാൽ, മുദാരിബ് എന്നൊക്കെ എഴുതിയാൽ നമുക്ക് അത്രയധികം എന്ത് കിട്ടും? മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മുദാരിബിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതൊരു കോൺട്രാക്റ്റ് ആണ്, പ്രോഫിറ്റ് ഷെയറിങ് കോൺട്രാക്റ്റ് ആണ്. ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും? 100% ഓഫ് ദ ക്യാപിറ്റൽ അതർ പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ വാങ്ങിക്കുന്ന പാർട്ടി അഥവാ മുദാരിബിന് എന്ത് കാണും? ഭയങ്കര സ്പെഷ്യലിസ്റ്റ് നോളജ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര നോളജ്, ഭയങ്കര ബിസിനസ് മൈൻഡ്, അതൊക്കെ വെച്ചിട്ട് ആളെന്ത് ചെയ്യും? ബിസിനസ് അടിപൊളിയായിട്ട് റൺ ചെയ്യും. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻസ് വരുന്നത് അഥവാ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ അത് ഈക്വലി ആരൊക്കെ ഷെയർ ചെയ്യും? അത് നമ്മുടെ പ്രീ അഗ്രീഡ് റേഷ്യോയിൽ നമ്മുടെ മുദാരിബും റബ്ബുൽ മാലും ഷെയർ ചെയ്യും. മീൻസ് അവർ നേരത്തെ അഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ 50-50 അല്ലെങ്കിൽ 70:30 ആര് നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യും? ഷെയർ ചെയ്യുന്നു. നേരത്തെ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രീ അഗ്രീഡ് റേഷ്യോയിൽ ഇവരെന്ത് ചെയ്യും? പ്രോഫിറ്റ് ഷെയർ ചെയ്യും. റബ്ബുൽ മാൽക്കും കുറച്ച് കിട്ടും, നമ്മുടെ മുദാരിബിനും കുറച്ച് കിട്ടും. അങ്ങനെ അവർ ഷെയർ ചെയ്തെടുക്കും പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ. പക്ഷേ അഥവാ ലോസ് വരുവാണെങ്കിൽ ആ ലോസ് ഫുള്ള് ഏറ്റെടുക്കേണ്ട ആരായിരിക്കും? റബ്ബുൽ മാലായിരിക്കും. മീൻസ് ക്യാഷ് കൊടുത്ത ആളായിരിക്കും ഫുൾ ലോസ് ബെയർ ചെയ്യേണ്ടത്. കാരണം ഇത് കുറച്ചും കൂടെ മോറലി അക്സെപ്റ്റബിൾ ആണ്. കാരണം മുദാരിബിന് ക്യാഷ് ഇല്ലാതെയാണ് ആൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങി. അപ്പം എന്തെങ്കിലും ലോസ് വരുമ്പോൾ നേരെ അയാൾ അത് ബെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്തായിരിക്കും? അൺഎത്തിക്കലായിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടുത്തെ ലോസ് എന്തെങ്കിലും വന്നാൽ അത് ബെയർ ചെയ്യേണ്ട ആരായിരിക്കും? കംപ്ലീറ്റ്ലി ഇവിടുത്തെ റബ്ബുൽ മാലായിരിക്കും. അഥവാ ക്യാഷ് കൊടുത്ത ആളായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ലോസ് ഫുള്ള് ബെയർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് വന്നാൽ ഇവർ ആ ഒരു പ്രീ അഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്തെടുക്കും. അതാണ് നോർമൽ കേസ്. ഇനി നമുക്ക് മുദാറബയുടെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബാങ്ക് ഇസ്ലാം മലേഷ്യ ആക്ച്വലി മുദാറബ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? അവിടുത്തെ SMEസിനെ ഫണ്ട് ചെയ്തത്. SMEs എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ്സ് പോലത്തെ കമ്പനീസ്. അവിടെ അവർക്ക് എന്തായിരിക്കും? ക്യാഷ് കാണത്തില്ല, പക്ഷേ ബിസിനസ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു മൈൻഡ് കാണും. ഇവിടെ ആക്ച്വലി മുദാരിബായിട്ട് ആക്ട് ചെയ്ത ആരാ? SMEs ആണ്. റബ്ബുൽ മാൽ ആരായിരുന്നു? ബാങ്ക് ഇസ്ലാം മലേഷ്യ. അവരാണ് എന്ത് ചെയ്തത്? 100% ഫിനാൻസ് കൊടുത്തത്. ഈ ഒരു കിട്ടിയ ഫിനാൻസ് വെച്ച് ബിസിനസ് റൺ ചെയ്ത ആരാ? SMEs ആണ്. ഇതാണ് നമ്മുടെ മുദാറബയുടെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വരുന്നത്. സോ മുദാറബ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയുകയാണ്, ഒന്നുമില്ല, ഇവിടെ എന്തായിരിക്കും? ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് 100% ഫിനാൻസ് നമ്മുടെ മുദാരിബിന് കൊടുക്കും. ഈ കിട്ടിയ ഫിനാൻസ് വെച്ച് മുദാരിബ് എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ് അടിപൊളിയായിട്ട് റൺ ചെയ്യും, ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യിപ്പിക്കും. അഥവാ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ പ്രീ അഗ്രീഡ് റേഷ്യോയിൽ ഇവർ ഷെയർ ചെയ്തെടുക്കും. ഇനി അഥവാ ലോസാണ് വരുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും? നമ്മുടെ റബ്ബുൽ മാലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫുൾ ലോസ് ബെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ മുഷാറക്ക എന്ന് പറയും. മുഷാറക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കേസിലും കേട്ടിട്ടുണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ്, വെഞ്ചർ ക്യാപിറ്റലൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരും, എല്ലാവരും കൂടെ ബിസിനസ് ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യും? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. മേ ബി അല്ലെങ്കിൽ ചിലപ്പോൾ ലോസിലായിരിക്കാം. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഷെയർ ചെയ്തെടുക്കും. ലോസും അതുപോലെ തന്നെ. അതിനാണ് എന്ത് പറയുന്നത്? അതിനെ നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൽ പറയുന്നതാണ് മുഷാറക്ക എന്ന് പറയുന്നത്.
പക്ഷേ ഇത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇവിടെ എന്തായിരിക്കും കുറേ പാർട്ടീസ് ഒരുമിച്ച് വരും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, പ്രോഫിറ്റും ലോസും ഒരു പ്രോറേറ്റ ബേസിസ് ചില ഒരു പ്രീ അഗ്രീഡ് റേഷ്യോയിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്തെടുക്കും. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, മുഷാറക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. മീൻസ് ഫണ്ടിട്ട എല്ലാവരും പോയി ബിസിനസ് ചെയ്യണമെന്നൊന്നുമില്ല. ബിസിനസ് ഒരു 3 പേര് വന്നാൽ ഒരാൾക്ക് ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ വലിയ താല്പര്യം കാണത്തില്ല. അയാൾ എന്ത് ചെയ്യും, ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, ബാക്കി 2 പേര് പണിയെടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തോളും. അപ്പോൾ പ്രോഫിറ്റ് എല്ലാവരും എന്ത് ചെയ്യണം, പ്രീ അഗ്രീഡ് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ലോസ് എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യേണ്ടത്, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കും. പ്രോഫിറ്റ് ഇപ്പോൾ എല്ലാവരും പറയുകയാണ് 50-50 ഷെയർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ 50-50 ഷെയർ ചെയ്യാം, ഓക്കെ. പക്ഷേ ലോസ് എങ്ങനെയായിരിക്കണം, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രമാത്രമാണോ അതനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ലോസ് ഷെയർ ചെയ്യേണ്ടത്. സപ്പോസ് ഒരാൾ 20% ആണ് ഇട്ടേ, ബാക്കി ആൾ 80% ആണ് ഇട്ടേ. 80% ഫണ്ടിട്ട ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, 80% ലോസും ബെയർ ചെയ്യേണ്ടത്. ബാക്കി 20% ഫണ്ടിട്ട ആൾ 20% ലോസ് ബെയർ ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ വരുന്നത്. സോ അതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ വരുന്നത്. സോ ഇതാണ് ബേസിക്കലി മുഷാറക്ക. നമ്മുടെ വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് പോലെയൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. നമ്മുടെ ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ വന്ന പോലത്തെ സുക്കൂക്കിലൊക്കെ വന്ന പോലെ അധികം ഡിഫറൻസ് ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ആകെ ഒരു മെയിൻ ഡിഫറൻസ് ഉള്ളത് ഇവിടെ ലോസ് ബെയർ ചെയ്യേണ്ട എന്തായിരിക്കും, നമ്മുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് തന്നെ ആയിരിക്കണം. അതാണ് ആകെ ഉള്ളൊരു ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ മുഷാറക്കയുടെ ഒരു എക്സാമ്പിളാണ്. മുഷാറക്ക ആക്ച്വലി നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോജക്ട്സിലേക്ക് ബാങ്ക് ഓഫ് കാട്ടം എന്ന് പറഞ്ഞൊരു ഇസ്ലാമിക് ബാങ്ക് സുഡാനിൽ ആക്ച്വലി ഫോളോ ചെയ്തൊരു സംഭവമാണ്. എന്ത്, മുഷാറക്ക ഇറക്കിയിട്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നു അവിടെ ഫാർമേഴ്സിന് വേണ്ടിയിട്ട്, അവർക്ക് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്. സോ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നു എവിടെ, സുഡാനിൽ. അതാണ് ആക്ച്വലി എന്ത്, നമ്മുടെ മുഷാറക്കയുടെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല ബാങ്ക്, പല ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, മുഷാറക്ക ആക്ച്വലി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന കാര്യമാണ് അല്ലേ. സോ അതാണ് മുഷാറക്കയുടെ എക്സാമ്പിൾ വരുന്നത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തത് നമ്മൾ 3 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നോക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി നമ്മുടെ 2 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ആദ്യത്തെ 2 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി. ഇന്ന് നമ്മൾ 3 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നോക്കി. ബാക്കി 3 സുക്കൂക്ക് നോക്കി, മുദാറബ നോക്കി, മുഷാറക്ക നോക്കി അല്ലേ. സുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലോൺ നോട്ട് കാര്യങ്ങളൊക്കെ. മുദാറബ എന്ന് പറഞ്ഞാൽ എന്താ, 100% ഫിനാൻസ് റബ്ബുൽമാൽ കൊണ്ടുവരും. മുദാരിബായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ അവർ ഷെയർ ചെയ്തെടുക്കും പ്രീ അഗ്രീഡ് റേഷ്യോയിൽ. ലോസ് ആണെങ്കിൽ റബ്ബുൽമാലായിരിക്കും ഫുൾ ലോസ് ബെയർ ചെയ്യേണ്ടത്. പിന്നെ മുഷാറക്ക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ പോലെ. അവിടെ എന്താണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവിടെ എന്തായിരിക്കും, അവർ ലോസ് വന്നാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ബെയർ ചെയ്യേണ്ടത്. അതാണ് ആകെയുള്ള ഡിഫറൻസ്. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.